അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബ തുടക്കം മുതൽ ഏകദേശം 30 ആയത്ത് വരെ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് 31-ാമത്തെ ആയത്ത് മുതൽ 40-ാമത്തെ ആയത്ത് വരെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അല്ലാഹു തആല നല്ല രീതിയിൽ പരിശുദ്ധ ഖുർആൻ ഓതുന്ന ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആ ഖുർആനിൻ്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ക്ലാസ്സിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് അതിൻ്റെ മഖ്റജുകൾ ശ്രദ്ധിക്കണം, അതിൻ്റെ സിഫാത്തുകൾ ശ്രദ്ധിക്കണം. ഓരോ അക്ഷരത്തിനും ചില പ്രത്യേകതകളുണ്ട്, അത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അക്ഷരങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ വായിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ നാവിൻ്റെ ചലനങ്ങൾ, ഇതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ ക്ലാസ്സുകളിലും ഓടിച്ചു പറയാറുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 31-ാമത്തെ ആയത്ത്. ഇന്ന ലിൽ മുത്തഖീന മഫാസ. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ആദ്യം ഇന്ന, നൂന്, മീമ് എന്നീ രണ്ടക്ഷരങ്ങൾ ശബ്ദ സംഭവിച്ചു കഴിഞ്ഞാൽ മണിക്കുക എന്നുള്ളത് തജ്വീദിൻ്റെ ഒരു പൊതുവായ നിയമമാണ്. ഇവിടെ നൂനിന് ശബ്ദം സംഭവിച്ചത് കൊണ്ട് തന്നെ ഇന്ന എന്ന് തരിമൂക്ക് കൊണ്ട് നമ്മൾ മണിക്കണം. ലിൽ മുത്തഖീന. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് മുത്തഖി, ഖാഫാണ്. ഖാഫിൻ്റെ മഖ്റജ് എന്ന് പറയുന്നത് അഖ്സൽ ലിസാൻ ആണ്, അഥവാ നാവിൻ്റെ അങ്ങേ അറ്റം. ആ നാവിൻ്റെ അങ്ങേ അറ്റം മേലെ അണ്ണാക്കിൽ മുട്ടിക്കുക. ഖാ, ഇതാണ് ഖാഫിൻ്റെ മഖ്റജ്. മുത്തഖീന, മുത്തഖീന അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്, അഥവാ നാവിൻ്റെ അങ്ങേ അറ്റം എന്ന് നമ്മൾ ഖാഫിൻ്റെ മഖ്റജ് പറഞ്ഞു. ആ മഖ്റജിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് കാഫിൻ്റെ മഖ്റജ്, സാദാ കാഫ്. അപ്പം മുത്തഖീന എന്ന് വന്നു പോകരുത്, മറിച്ച് മുത്തഖീന, ഖോ ക, ഖോ ക. ഇതാണ് തമ്മിൽ വ്യത്യാസം. ഇന്ന ലിൽ മുത്തഖീന മഫാസ. മഫാ, ഫാ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജ് താഴെ ചുണ്ടും മേലെ മുൻപല്ലും, ഫ. ശേഷം സ. സ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ് എന്ന ശബ്ദം പുറപ്പെടണം. അത് സഇന് മാത്രമല്ല, സീന്, സ്വാദ്, 3 അക്ഷരങ്ങൾ. ഈ 3 അക്ഷരങ്ങൾക്കും സിഫത്തുകളിൽ പഠിച്ചിട്ടുണ്ടാകും. സഫീർ എന്ന് പറയുന്ന ഒരു സിഫത്ത്, അഥവാ പക്ഷി സ്വരം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷികളുടെ ശബ്ദം എന്നാണ് സിഫത്തുകളിൽ അത് അറിയപ്പെടുന്നത്. അഥവാ സീനാണെങ്കിൽ സ് എന്ന ശബ്ദം പുറപ്പെടണം. അതുപോലെ തന്നെ സ്വാദാണെങ്കിലും സ് എന്ന ശബ്ദം പുറപ്പെടണം. ഇവിടെ സായ ആയതുകൊണ്ട് സ് എന്ന ശബ്ദം പുറപ്പെടണം. അതുകൊണ്ട് അത് പ്രത്യേകം ഈ 3 അക്ഷരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മഫാസ, അങ്ങനെ തന്നെ പറയണം. ഇന്ന ലിൽ മുത്തഖീന മഫാസ. ശേഷം ഹദായിഖ വഅഅനാബ. അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഫസ്റ്റ് ഹ ആണ്. ഹാഇൻ്റെ മഖ്റജ് എന്ന് പറയുമ്പോൾ വസ്തുൽ ഹൽഖാണ്, തൊണ്ടയുടെ നടുഭാഗം, മധ്യഭാഗം. ഹ, അഥവാ നമ്മൾ സാധാരണ എരിവൊക്കെ സംഭവിക്കുമ്പോൾ എന്ന ശബ്ദം പുറപ്പെടുവിക്കാറുണ്ടല്ലോ, ഇതേപോലെ തന്നെയാണ് ഹ പുറപ്പെടുവിക്കേണ്ടത്. ഹ. ഇതല്ലാതെ സാധാ ഹ ഉണ്ട്, ഹ. അപ്പൊ ഹ ഹ തമ്മിൽ മാറിപ്പോകരുത്. ഹദായിഖ, അവിടെ നമ്മൾ നീട്ടണം. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഒരേ പദത്തിൽ തന്നെ മദ്ദിന്റെ അക്ഷരം സംഭവിക്കുക, അതിൻ്റെ തൊട്ട് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ സംഭവിക്കുക. ഇവിടെ ഹദായിഖ എന്നത് നോക്കിയാൽ അവിടെ അലിഫ് കാണാം, ശേഷം ഹംസയും കാണാം. ഹദായിഖ, ഹദായിഖ വഅഅനാബ. വാവിന്റെ മഖ്റജ് ശ്രദ്ധിക്കുക, 2 ചുണ്ടുകൾ, വ. ഹദായിഖ വഅഅനാബ. ശേഷം വകവാഇബ, കാഫാണ് അവിടെ ശ്രദ്ധിക്കണം. വകവാ, വാവ്. വകവാഇബ, ഐന് ശ്രദ്ധിക്കണം.
വകവാഇബ അത്റാബ അത്റാബ. അവിടെ റാ ശ്രദ്ധിക്കണം, തഫ്ഖീമാണ്, തഫ്ഖീമാക്കി ഉച്ചരിക്കണം. വകവാഇബ അത്റാബ. ശേഷം അവിടെ അവിടെ ശ്രദ്ധിക്കണം, ചെറിയ രീതിയിലൊന്ന് കാറ്റ് പുറപ്പെടുവിക്കണം. ചില ആളുകൾ അത്റാബ എന്ന് ഉച്ചരിക്കാറുണ്ട്. എന്ന് പറയരുത്. അപ്പോൾ അത് കുത്തുബ് ജദ് കൽക്കലയുടെ അക്ഷരമായി മാറും, കൽക്കല പോലെയായി മാറും. എന്നാൽ അവിടെ കൽക്കലയല്ല നമ്മൾ ചെയ്യേണ്ടത്, മറിച്ച് അത്റാബ എന്നാണ് ഓതേണ്ടത്. അഥവാ ഹംസ്, സിഫത്തുകളിൽ ഹംസ് എന്നത് പഠിച്ചിട്ടുണ്ടാകും. അഥവാ കാറ്റ് പുറപ്പെടണം. വകവാഇബ അത്റാബ. ശേഷം വകസാദി അവിടെ മണിക്കണം. കാരണം തൻവീന് ശേഷം 15 അക്ഷരങ്ങൾ, ഇഖ്ഫാഇന്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമാണ് ദാല് സംഭവിച്ചു. അതുകൊണ്ട് അവിടെ ഇഖ്ഫാ ചെയ്യണം. വകസാദി വകസാദിഹാഖ. ഖാഫ് ശ്രദ്ധിക്കണം, ദിഹാഖ. ശേഷം ലാ യസ്മഊന, സീനെ ശ്രദ്ധിക്കണം, എന്ന ശബ്ദം പുറപ്പെടണം. നേരത്തെ നമ്മൾ പറഞ്ഞു സഫീർ എന്ന സിഫത്ത്. ലാ യസ്മഊന, ഐനിന്റെ മഖ്റജ് വസ്തുൽ ഹൽഖ്, തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടണം. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വ ലഗ്. ഗൈന ശ്രദ്ധിക്കണം, ഗൈൻ എന്ന് പറഞ്ഞാൽ ഗൈനിന്റെ മഖ്റജ് തൊണ്ടയുടെ ആദ്യ ഭാഗം, അതിനാൽ ഹൽഖ്, തൊണ്ടയുടെ തുടക്ക ഭാഗത്ത് നിന്നാണ് ഗൈൻ പുറപ്പെടുക. ഗൈൻ മാത്രമല്ല, ഗൈനും ഹാഉം, ഇത് രണ്ടും തൊണ്ടയുടെ സ്റ്റാർട്ടിങ്, അവിടെ നിന്നാണ് പുറപ്പെടുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ലഗ്വൻ വ അവിടെ മണിക്കണം. ഇദ്ഗാം ബിഗുന്നയാണ്. തൻവീന് ശേഷം യാ വാവ് മീമ് നൂന്, ഈ 4 അക്ഷരങ്ങൾപ്പെട്ട ഏതെങ്കിലും അക്ഷരം വന്നാൽ ഒന്നൊന്നിലേക്ക് ചേർക്കുക, അഥവാ ഇദ്ഗാം ചെയ്തിട്ട് മണിക്കണം. لا يسمعون فيها لغوا ولا كذابا. ദാലിന്റെ മഖ്റജ് നാവിന്റെ അറ്റവും മേലെ മുൻപല്ലും. കിദ്ദാബ. ശേഷം ജസാഅം മിർ റബ്ബിക അതാഅൻ ഹിസാബ. അവിടെ ശ്രദ്ധിക്കണം, ഒന്ന് ജസാ, ശ്രദ്ധിക്കണം, സഫീർ എന്ന സിഫത്ത് എന്ന ശബ്ദം പുറപ്പെടണം. ശേഷം അവിടെ മദ് മുത്തസിലാണ്. ജസാഅം മി അവിടെ മണിക്കണം. തൻവീന് ശേഷം മീമ് വന്നു, ഇദ്ഗാം ബിഗുന്ന. ജസാഅം മിർ റബ്ബിക അവിടെ ഇദ്ഗാം ബിലാഗുന്ന, മണിക്കാൻ പാടില്ല. മിർ റബ്ബിക. സാക്കിനായ നൂനിന് ശേഷം റാ വന്നു, ലാമ് റാ എന്നീ അക്ഷരം വന്നാണ് അവിടെ മണിക്കാതെയാണ് ഓതേണ്ടത്. എന്നാൽ അത് ഒന്നൊന്നിലേക്ക് ചേർക്കുകയും വേണം. മിൻ റബ്ബിക എന്ന് ഓതാതെ മിർ റബ്ബിക എന്ന് ഓതണം. ജസാഅം മിർ റബ്ബിക അതാഅൻ. ഐന് ശ്രദ്ധിക്കുക. ശേഷം എന്ത് തമ്മിലുള്ള വ്യത്യാസം? മഖ്റജ് ഒന്ന് തന്നെയാണ്, നാവ് വെക്കേണ്ട സ്ഥലം ഒന്ന് തന്നെയാണ്. എന്നാൽ ഇതിന്റെ സിഫത്തുകളിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ഇസ്തിഅലാഇന്റെ അക്ഷരമാണ്. എന്നീ 7 അക്ഷരങ്ങൾ എപ്പോഴും തഫ്ഖീമാക്കി, അഥവാ നാവ് ഉയരണം ഈ 7 അക്ഷരങ്ങൾ പറയുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നാവ് ഉയർന്നതായ ഗതിയിൽ തഫ്ഖീമാക്കി ഉച്ചരിക്കണം. തൻവീന് ശേഷം ഹാ സംഭവിച്ചു, ഇദ്ഹാർ, അവിടെ മണിക്കാൻ പാടില്ല, അവിടെ വ്യക്തമാക്കി ഉച്ചരിക്കണം, കാരണം ഇദ്ഹാറാണ്. ശേഷം റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ. റബ്ബി ശ്രദ്ധിക്കണം. ശേഷം റബ്ബിസ്, സീന് സഫീർ എന്ന സിഫത്ത് വരണം. ശേഷം റബ്ബിസ് സമാവാതി വൽ അർളി, ലാദിന്റെ മഖ്റജ് നാവിന്റെ സൈഡ് ഭാഗം, മേലെ അണപ്പല്ലിൽ മുട്ടിക്കുക. അതോടുകൂടെ തന്നെ അത് തഫ്ഖീമിന്റെ അക്ഷരമാണ്, ഇസ്തിഅല ആണ്. റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ. വമാ ബൈനഹുമർ വമാ ബൈനഹുമർ റഹ്മാൻ. ശേഷം ലാ യംലികൂന മിൻഹു ഖിതാബ. മിൻഹു
ചില ആളുകൾ മിൻഹു നീട്ടിയിട്ട് ഓടും. മിൻഹു ഖിതാബ, അങ്ങനെയല്ല. മിൻഹു ഖിതാബ, ശ്രദ്ധിക്കുക, ശേഷം ത്വാ ആണ്, നേരത്തെ പറഞ്ഞു. മിൻഹു ഖിതാബ. അടുത്തത് യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ. യൗമ, വാവ് ശ്രദ്ധിക്കുക. യൗമ യഖൂമു, ഖാഫ്. യൗമ യഖൂമു, ഖാഫിന്റെ മഖ്റജ് എവിടെയാ? നാവിന്റെ അങ്ങേയറ്റം മേലെ അണ്ണാക്കിൽ മുട്ടിക്കുക. യഖൂമുർ റൂഹു വൽ റൂഹു, ഹ ശ്രദ്ധിക്കുക. ഹഇന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. ഹഉം പിന്നെ ഏതക്ഷരമാണ്? ഐനും. ഈ രണ്ടക്ഷരവും തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുക. വറൂഹു വൽ മലായികതു, എന്ത് മദ്ദാണ്? മദ് മുത്തസിൽ, ഒരേ പദത്തിൽ വന്നു. ഹംസ, മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ സംഭവിച്ചു. വൽ മലായികതു സഫ, സോ ഇസ്തിഅല അതിന്റെ അക്ഷരമാണ്, അതുകൊണ്ട് തന്നെ തഫ്ഖീമാക്കി ഉച്ചരിക്കണം. സഫ, ശേഷം ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന, അദി, ദാല്, ദാലിന്റെ മഖ്റജ് നാവിന്റെ അറ്റവും മേലെ മുൻപല്ലും. അദിന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു, റാ ശ്രദ്ധിക്കുക, ഹ ശ്രദ്ധിക്കുക. വഖാല, ഖാഫ്. വഖാല സവാബ, സ്വാദ് ശ്രദ്ധിക്കുക. വഖാല സവാബ, വഖാല സവാബ. ശേഷം ദാലികൽ യൗമുൽ ഹഖ്, അവിടെ നിർത്തുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കുത്തുബ് ജദ്ദിന്റെ അക്ഷരമാണ്, മാത്രമല്ല അതിൽ ഷദ്ദു കൂടിയുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാക്കി നല്ല രൂപത്തിൽ ഉച്ചരിക്കേണ്ടതുണ്ട്. ദാലികൽ യൗമുൽ ഹഖ്, ഹഖ് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ചില ആളുകൾ ദാലികൽ യൗമുൽ ഹഖ്, അങ്ങനെയല്ല, ഹഖ് അങ്ങനെ ഉച്ചരിക്കണം. ദാലികൽ യൗമുൽ ഹഖ്, കുറച്ച് അവിടെ നിന്ന് വെയിറ്റ് ആക്കിയിട്ട് നല്ല കട്ടി കൊടുത്തിട്ട് എന്ത് ചെയ്യണം? അവിടെ നിർത്തണം. ശേഷം ഫമൻ ശാഅ, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. മണിക്കണം, ഇഖ്ഫ ആണ്. സുക്കൂനുള്ള നൂനിന് ശേഷം 15 അക്ഷരങ്ങളിൽപ്പെട്ട ഷീന് വന്നു. ഫമൻ ശാഅ, മദ് മുത്തസിലാണ്. ഫമൻ ശാഅ അത്തഖദ, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തഖദ, ഹദ കൃത്യമായി മനസ്സിലാക്കണം. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ. ഹംസയാണ്, മആബ. ശേഷം ഇന്ന, മണിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു നൂന് മീമ് എന്നീ 2 അക്ഷരങ്ങൾ ശബ്ദ സംഭവിച്ചു കഴിഞ്ഞാൽ മണിക്കണം. ഇന്ന, അവിടെ മദ് മുൻഫസിലാണ്. നേരത്തെ ഒരുപാട് മദ് മുത്തസിലുകൾ വന്നിട്ടുണ്ട്. ഈ മദ് മുത്തസിലുകൾ എപ്പോഴും 2 അലിഫിന്റെ ഖദറാണ് നീട്ടേണ്ടത്. വൽ മലായികതു, 2 അലിഫ്, 1 അലിഫിന്റെ ഖദർ എന്ന് പറഞ്ഞാൽ ഒരു വിരല് മടക്കി നിവർത്തുന്ന സമയം. വൽ മലായികതു, മനസ്സിലായോ? ഇപ്പൊ 2 വിരല് മടക്കുക, നിവർത്തുക, ആ ഒരു ടൈം, ഏകദേശം ഒരു ടൈമാ പറയുന്നത്. ഇങ്ങനെ പിടിച്ച് നോക്കണമെന്നൊന്നുമില്ല. വൽ മലായികതു സഫ, ഇത് മദ് മുത്തസിലാണ്. ഇവിടെ മദ് മുൻഫസില വന്നത്. മദ് മുൻഫസില എന്ന് പറഞ്ഞാൽ നമുക്ക് 1 അലിഫിന്റെ ഖദർ അഥവാ സാധാ നീട്ടൽ, അങ്ങനെയും നമുക്ക് നീട്ടാം. അതല്ലാതെ 2 അലിഫിന്റെ ഖദറും നീട്ടാം. ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇന്ന, നമ്മൾ ഈ സാധാരണ ഓതുന്നത് ഷാത്തിബി ത്വരീഖത്താണ്. ഷാത്തിബി ത്വരീഖത്തുണ്ട്, അതുപോലെ തന്നെ ജസരി ത്വരീഖത്തുണ്ട്. 2 റൂട്ടുകളുണ്ട്. ഇതിൽ ജസരി ഇമാമിന്റെ റൂട്ടാണ് 1 അലിഫിന്റെ ഖദർ സാധാ രീതിയിൽ. അങ്ങനെ ചില ആളുകൾ ഓതുന്നത് കേൾക്കാം, പ്രശ്നമൊന്നുമില്ല. സാധാരണ നമ്മളൊക്കെ പോകുന്നത് ഷാത്തിബി ത്വരീഖത്ത് ആയതുകൊണ്ട് തന്നെ അവിടെ 2 അലിഫിന്റെ ഖദർ സാധാരണ നമ്മൾക്ക് നീട്ടാറുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് നമുക്ക് ഉത്തമവും. ഇന്നാ അൻസർനാകും, ഇങ്ങനെ ഇന്നാ അൻസർ, അവിടെ മണിക്കണം, കാരണം ഇഖ്ഫ ആണ്. അൻസർ, റാ ശ്രദ്ധിക്കുക. അൻസർനാകും അദാ, ഐന് ശേഷം ദാല്, അദാബൻ, മണിക്കണം, ഇഖ്ഫ ആണ്.
عذابا قريبا يوم واو يوم ينظر الإخفاء ينظر المرء ما قدمت يداه ويقول القاف ويقول الكافر അവിടെ സാധാ കാഫാണ് ഖ ക യഖൂലു അവിടെ കാഫാണ് പിന്നെ കാഫിറു എന്ന സ്ഥലത്ത് കാഫാണ് ويقول الكافر يا ليتني كنت إخفاء كنت ترابا صدق الله العظيم അള്ളാഹു സ്വീകരിക്കട്ടെ. നല്ല പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ തജ്വീദോടുകൂടി ഓതാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലാക്കാനും പഠിക്കാനും പ്രയത്നിക്കാനും പരിശുദ്ധ ഖുർആൻ അഹ്ലുകാരനാകാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.